ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഒന്ന് നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സൗമ്യയുടെ കുറച്ച് ഹെൽത്ത് സെന്ററിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അവിടെ നിന്ന് കൊല്ലത്തുനിന്ന്. അപ്പോ അത് വാങ്ങിക്കാനായിട്ടും പിന്നെ വീടും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കാനൊക്കെ ആയിട്ട് വൃത്തിക്കാൻ അങ്ങനെയുള്ള ഒരു രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചിട്ട് പറയാനാട്ടാ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദത്തിന്റെ അല്ല, ഇത് മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഉള്ള കാര്യം. അല്ലാതെ വേറെ ടിപ്പും കാര്യങ്ങളൊന്നും അല്ല. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് കൊല്ലത്ത് പോയിട്ട് തിരിച്ച് രാത്രി വരായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങള് നടന്നു വരായിരുന്നു. അപ്പയോ നമ്മള് കുറച്ച് അകലേന്ന് തന്നെ കണ്ടു. എന്നാലും നമ്മള് അത് ഒട്ടും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല. അതായത് ഒരു ട്രാൻസ്ജെൻഡർ വുമൻ അവിടുന്ന് തൊട്ടിങ്ങനെ നമ്മള് അകലേന്ന് കണ്ടായിരുന്നു. കൈകൊട്ടിയിട്ട് ഈ ഡാൻസ് പോലെ അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര ഇതായിട്ട് ചിരിച്ച് ആൾക്കാരൊക്കെ പിടിച്ചു നിർത്തിയിട്ട് അവരെന്നൊക്കെ ഭയങ്കര ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങിക്കണു. അപ്പൊ അത് നമ്മളൊക്കെ തന്നെ കണ്ടു. അപ്പൊ നമ്മള് അങ്ങനെ വലിയ കാര്യമൊന്നും ആക്കിയില്ല. കാരണം മനുഷ്യന്മാരല്ലേ എന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പൊ ഞാനുണ്ടായിരുന്നു, ഉണ്ണി ഉണ്ടായിരുന്നു, സൗമ്യ ഉണ്ടായിരുന്നു. കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു ആ സമയത്ത്. അവൻ നല്ല കരയുന്നുണ്ടായിരുന്നു നമ്മള് വരുമ്പോ. അപ്പൊ അവര് നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ. നമ്മുടെ അടുത്തേക്ക് വന്നപ്പോ എന്നിട്ട് കാശ് തായോ എന്ന് പറഞ്ഞു, ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മള് പറഞ്ഞു ഇല്ല, കാശൊന്നും തരത്തില്ല എന്ന് ഉള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ അവര് പെട്ടെന്ന് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് കൊച്ചിനെ കുഞ്ഞിനെ എടുക്കാൻ ആദ്യം ഒരു കുഞ്ഞിനെ എടുക്കാൻ മതി, എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട്. പെട്ടെന്ന് ഞാൻ പേടിച്ചു, കുഞ്ഞിനെ എടുക്കാൻ മതി. അപ്പൊ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടിയപ്പോ അവരങ്ങ് നീങ്ങിയപ്പോ ഇങ്ങോട്ട് ക്യാഷ് കഴിച്ചു. പിന്നെ പൈസ ചോദിച്ച് ഞാൻ പൈസ തരില്ലല്ലേ, പൈസ ഒന്നും തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്തയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് എന്താ പറയണ, നിന്റെ കൊച്ചിനെ ഞാൻ പ്രാകും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അന്നേരം അങ്ങോട്ട് പോയി കുറച്ച് നോക്കിയുമ്പോ ഇവര് വീണ്ടും തുടരാണ്. വരുന്ന ആൾക്കാരെ പിടിച്ചു നിർത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു, പൈസ മേടിക്കുന്നു. പൈസ കൊടുക്കണവരും ഉണ്ട്. അതായത് പേടിച്ചിട്ട് ചിലര് വിചാരിക്കുന്ന ചിലര് ആക്രമിക്കുമെന്ന് അങ്ങനെയൊക്കെ പേടിച്ചിട്ടാണ് ചിലര് പൈസ കൊടുക്കുന്നുണ്ട്. അത്രയ്ക്കും ഒരു ഇതായിട്ട് ക്രൂരമായിട്ടുള്ള ഒരു ഇതിലാണ് അവര് കാണിക്കുന്നത്. നിൽക്കുന്നതും നടക്കുന്നതും അവരുടെ വർത്താനങ്ങളും ഒക്കെ അതാണ്. അപ്പൊ ആൾക്കാര് അങ്ങനെ പേടിച്ചിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാൻ വന്ന കാര്യം, ഇത്തരക്കാര് അതായത് ഈ സമൂഹത്തില് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ ട്രാൻസ്ജെൻഡർ വുമൻസ് ആണെങ്കിലും അത്യാവശ്യം എല്ലാവരും അത്യാവശ്യമുള്ളവരൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല എല്ലാവരും അവരെ അംഗീകരിക്കുന്നതൊക്കെയാണ് ഇപ്പോഴും. ഇപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് നല്ല എന്താ പറയണ അത്യാവശ്യം നല്ല ജോലികളും ബിസിനസ്സുകളും പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അങ്ങനെ എല്ലാതും പിന്നെ വിവാഹങ്ങൾ കഴിക്കുന്നുണ്ട്, അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ പ്രവർത്തികൾ കൊണ്ട് വരുമ്പോൾ അതാ പറയണത്, അത് നമ്മള് സമൂഹത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതിന് ഇപ്പൊ ഇങ്ങനെ അക്രമവാസനയൊക്കെ കാണിക്കുന്നവരുടെ അടുത്ത് ശരിക്കും നിയമം കയ്യിലെടുക്കുക തന്നെ വേണം. അത് നിയമത്തിന്റെ ആൾക്കാര്, അതായത് പോലീസുകാരാണെങ്കിലും ആരാണെങ്കിലും അവരെ അങ്ങനെയുള്ള വഴികളിൽ നിന്നും മാറ്റിക്കൊണ്ടുവരണം. കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പൊ പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ അവരുടേതായ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അതിന്റേതായ നിയമ നടപടികളൊക്കെ എടുത്തിട്ട് അതായത് മറ്റുള്ളവരെ ഉപദ്രവിച്ച് പൈസ വാങ്ങിക്കല് ഒക്കെ പിടിച്ചു വാങ്ങുന്നതൊക്കെ ഈ മോഷ്ടിക്കുന്നതിന് അതിന് തുല്യാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളില് എന്താ പറയണേ, പോലീസുകാര് കുറച്ചും കൂടി എന്താ പറയണേ അതിന് ശ്രദ്ധ കൊടുക്കണം. ഇത് ഇങ്ങനെ എന്താ പറയണേ, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലാണെങ്കിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പരമാവധി ഈ പോലീസുകാര് ശ്രദ്ധ കൊടുത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാനായിട്ട് അപ്പൊ അവരാര് എന്ത് തന്നെ ആയിക്കോട്ടെ അവർക്ക് ജോലി ചെയ്തിട്ട് ജീവിക്കാനുള്ള സ്ഥിതി ഇന്നത്തെ കാലത്ത് ഈ ലോകത്തുണ്ട്. അല്ലാതെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരിൽ നിന്ന് പൈസ മേടിച്ച് തട്ടിയെടുക്കുന്ന അതിപ്പോ ട്രാൻസ്ജെൻഡേഴ്സ് എന്നല്ല, നമ്മൾ നോർമൽ ആണെന്നുണ്ടെങ്കിലും ഏതൊരു മനുഷ്യനും അങ്ങനെ ചെയ്യണതൊക്കെ ഭയങ്കര മോശം കാര്യമാണ്. അപ്പൊ ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി. അപ്പൊ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാനായിട്ടാണ്. അപ്പൊ നിങ്ങളും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാവാതിരിക്കുക. അപ്പൊ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അത് ശരിക്കും ഞാൻ പേടിച്ചു കുഞ്ഞിനെ എടുക്കാൻ അതെ. ഞാൻ പേടിച്ചു. അപ്പൊ അങ്ങനെ നമ്മളാരും ഇങ്ങനെ പേടിച്ച് കഴിയേണ്ടതൊന്നുമല്ല. പലയിടത്തും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ആരും പ്രതികരിക്കാറൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇത് പറയണമെന്ന് തോന്നി. അതിപ്പോ അവര് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ. അതിപ്പോ ഒരു ആണാണെങ്കിലും ഇപ്പൊ പെണ്ണാണെങ്കിലും നമ്മളത് പറയും. കാരണം ഇങ്ങനെയുള്ളത് സമൂഹത്തില് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല. മറ്റുള്ളവരെ കുത്തിനെ പിടിച്ച് പൈസ മേടിക്കാന്നുള്ളത് ഗുണ്ടായിസം തന്നെയാണ്. മനസ്സിലായോ? അപ്പോ ഇത് ഇങ്ങനൊരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി. അത് നിങ്ങൾക്ക് കൊണ്ടും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കൊച്ചു വീഡിയോ ചെയ്തത്. അപ്പോ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.